നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൈനയ്ക്കുള്ള തീരുവ 47% കുറച്ച് ട്രംപ്. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട കരാറുണ്ടായെന്നും റിപ്പോർട്ട്. ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വൻ മുന്നേറ്റം. പോളിസികളുടെ GST ഒഴിവാക്കിയത് 38% ഡിമാൻഡ് വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചു. ആവശ്യകതയിലുണ്ടായ 23% മുന്നേറ്റം. ഡിമാൻഡ് മൂല്യം 2,03,240 കോടി രൂപയായി. പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങി ഓപ്പൺ AI. വിപണി പ്രവേശനം അടുത്ത വർഷമെന്ന് റിപ്പോർട്ട്. ആഗോള വിപണിയിൽ ആശങ്കയായി ട്രംപിന്റെ ആണവായുധ പരീക്ഷണ പ്രഖ്യാപനം. 30 വർഷത്തെ ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ച് അമേരിക്ക. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സെൻസെക്സ് 592 പോയിന്റ് ഇടിഞ്ഞ് 84,404-ലും നിഫ്റ്റി 176 പോയിന്റ് താഴ്ന്ന് 25,877-ലും അവസാനിച്ചു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, എന്താണെന്ന് വിപണിയിലെ ഇടിവിന് കാരണം? ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്ന് മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50 നോക്കുമ്പോൾ ഇപ്പോൾ 170-ലധികം പോയിന്റിന്റെ ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. നിലവിൽ 25,877 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.68% ഇടിവാണ് നിഫ്റ്റി 50-ലുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 350-ലധികം പോയിന്റിന്റെ ഇടിവിലാണ് ഇന്ന് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. 58,031 എന്നൊരു നിലയിൽ 0.61% ഇടിവാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഇന്ന് നിഫ്റ്റി 50-ലോട്ട് വരുമ്പോൾ ആകെ 10 ഓഹരികൾക്ക് മാത്രമേ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. 40ഓളം ഓഹരികൾ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്ന ഓഹരികളിലോട്ട് വരുമ്പോൾ കോൾ ഇന്ത്യയിൽ നമുക്ക് 1.5% നേട്ടം കണ്ടു. കൂടാതെ L&T, ഹിൻഡൽകോ, BEL, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ ഓഹരികളൊക്കെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് കൂടുതൽ ഓഹരികളിലും നമുക്ക് നിഫ്റ്റി 50-ലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പറയേണ്ടത് ഡോക്ടർ റെഡ്ഡിയാണ് ഇന്ന് വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയ ഒരു പ്രകടനം കാഴ്ചവെച്ചത്. 3.79% ഇടിവാണ് ഡോക്ടർ റെഡ്ഡി രേഖപ്പെടുത്തിയത്. കൂടാതെ ഫാർമയിൽ നിന്ന് തന്നെയുള്ള സിപ്ലയിൽ ഇന്ന് 2.5% ഇടിവുണ്ടായിരുന്നു. HDFC ലൈഫ്, ഇൻഡിഗോ, ഭാരതി എയർടെൽ, ടെക് മഹീന്ദ്ര, ബജാജ് ഓട്ടോ, പവർ ഗ്രിഡ്, മാക്സ് ഹെൽത്ത് തുടങ്ങിയ ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നിഫ്റ്റി 50 ട്രേഡിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെയധികം ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. ആ തുടക്ക സമയത്തിൽ ഒരു ക്യാൻഡിൽ 1 അവർ ക്യാൻഡിൽ മാത്രം ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രകടനം നോക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ഡിക്ലറേഷൻ എടുക്കുമ്പോൾ ഭൂരിഭാഗം ഓഹരികളിലും നമുക്ക് ഇടിവ് തന്നെയായിരുന്നു കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ഒരു ഓഹരിക്ക് മാത്രമേ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. 11 ഓഹരികളിലാണ് ഇന്ന് നമുക്ക് ഇടിവ് കണ്ടത്. ഇന്നത്തെ നേട്ടം രേഖപ്പെടുത്തിയ ആകെ ഒരു ഓഹരി എന്ന് പറയുന്നത് കാനറ ബാങ്ക് മാത്രമാണ്. 3% നേട്ടം കാനറ ബാങ്ക് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ചൈനയ്ക്കുള്ള 57% തീരുവ 47%-ആയി കുറച്ച് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട കരാറുണ്ടായെന്നും റിപ്പോർട്ട്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 1 വർഷത്തെ വ്യാപാര കരാറിലാണ് അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ഇനി അമേരിക്കയുടെ മുന്നിൽ തടസ്സങ്ങളില്ലെന്നും ട്രംപ് പറഞ്ഞു. വിസ്മയകരമായ കൂടിക്കാഴ്ചയെന്നാണ് ഷീയെ കണ്ടതിന് ട്രംപ് വിശേഷിപ്പിച്ചത്. ബുസാനിൽ അടച്ചിട്ട മുറിയിൽ 2 മണിക്കൂറാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത്. നിരവധി തീരുമാനങ്ങൾ എടുത്തതായാണ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചത്. പുതിയ പ്രഖ്യാപനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ്. യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് ചൈനയും അമേരിക്കയും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. അടുത്ത വർഷം ഏപ്രിലിൽ ട്രംപ് ചൈന സന്ദർശിക്കുമെന്നും ഷീ ജിൻപിങ് അതിനുശേഷം അമേരിക്ക സന്ദർശിക്കുമെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. കൂടിക്കാഴ്ചയെക്കുറിച്ച് പൂർണ്ണ തൃപ്തിയാണ് ട്രംപ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വൻ മുന്നേറ്റം. പോളിസികളുടെ GST ഒഴിവാക്കിയത് 38% ഡിമാൻഡ് വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്.
ആരോഗ്യ ഇൻഷുറൻസിന് ജനപ്രീതി വർദ്ധിച്ചതായി റിപ്പോർട്ട്. ആഗോള ഇൻഷുറൻസ് പദ്ധതികളെ GST നീക്കം ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കം ഡിമാൻഡിൽ കുത്തനെ വർധനവിന് കാരണമായി. ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ ഡിമാൻഡ് 38% വർദ്ധിച്ചായി പോളിസി ബസാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വർദ്ധിച്ചുവരുന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾക്കും മെഡിക്കൽ അത്യാഹിതങ്ങൾക്കുമെതിരെ വ്യക്തിഗത സാമ്പത്തിക സുരക്ഷയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ശരാശരി ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ 13 ലക്ഷം രൂപയിൽ നിന്ന് 18 ലക്ഷം രൂപയായി വർദ്ധിച്ചു. GST ഇളവിന് ശേഷം ആരോഗ്യ ഇൻഷുറൻസ് വാങ്ങുന്നവരിൽ പകുതിയോളം പേർ 15 മുതൽ 25 ലക്ഷം രൂപ വരെയുള്ള പോളിസികളാണ് തിരഞ്ഞെടുക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. ഏകദേശം 24% ഉപഭോക്താക്കളും 15 ലക്ഷം രൂപ വരെയുള്ള കവറേജ് തിരഞ്ഞെടുക്കുന്നു. അതേസമയം 18% പേർ മാത്രമാണ് 10 ലക്ഷം രൂപയിൽ താഴെയുള്ള കുറഞ്ഞ കവറേജ് ഇഷ്ടപ്പെടുന്നത്. 2025 സെപ്റ്റംബർ 22 പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ചെറിയ നഗരത്തിൽ കുറഞ്ഞ കവറേജിനുള്ള താൽപര്യം 24.1% നിന്ന് 16.8% കുത്തനെ കുറഞ്ഞു. ഉയർന്ന കവറേജുള്ള പോളിസികൾക്ക് GST നിരക്കിളിവിന് ശേഷം ഡിമാൻഡ് വർദ്ധിച്ചു. രണ്ടാം നഗര നഗരങ്ങളിലെ ഉപഭോക്താക്കൾ പോലും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാറ്റത്തെ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. മതിയായ ആരോഗ്യ പരീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യക്കാർ കൂടുതൽ ബോധവാന്മാരാണ്. കൂടാതെ സീറോ GST നയം, പ്രായഭേദമന്യേ, ഭൂമിശാസ്ത്രം എന്നിവയിലുടനീളം ആളുകളെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ നിക്ഷേപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഉത്തേജകമായി പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചു. ആവശ്യകതയിലുണ്ടായ 23% മുന്നേറ്റം. ഡിമാൻഡ് മൂല്യം 2,03,240 കോടി രൂപയായി. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ സ്വർണ്ണ ഡിമാൻഡ് ട്രെൻഡ്സ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ പാദത്തിലെ മൊത്ത ഡിമാൻഡ് 290.4 ടണ്ണാണ്. വരാനിരിക്കുന്ന ഉത്സവ വിവാഹ സീസണുകൾ പ്രതീക്ഷ നൽകുന്നതാണ്. പരമ്പരാഗത ആഭരണങ്ങൾ മുതൽ നിക്ഷേപ ഉൽപ്പന്നങ്ങൾ വരെയുള്ള എല്ലാ വിഭാഗങ്ങളിലും ശക്തമായ ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നു. ഈ സാമ്പത്തിക വർഷം 600 മുതൽ 700 ടൺ വരെ ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ചില്ലറ വ്യാപാര മേഖലയിലെ ആവശ്യകത പോസിറ്റീവാണെന്നും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഇന്ത്യയിലെ റീജിയണൽ CEO സച്ചിൻ ജെയിൻ വ്യക്തമാക്കി. അതേസമയം 2024 മൂന്നാം പാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആവശ്യകതയിൽ 16% കുറവാണ് വന്നിട്ടുള്ളത്. ഇതിന് കാരണം സ്വർണത്തിന്റെ ഉയർന്ന വിലയാണ്. ആഭരണാവശ്യത്തിലാണ് വലിയ കുറവ് സംഭവിച്ചത്. ഇത് വാർഷികാടിസ്ഥാനത്തിൽ 31% കുറഞ്ഞു. ഡിമാൻഡ് 117.7 ടണ്ണായെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം നിക്ഷേപ ആവശ്യകത ഉയർന്നു. വർധനവ് 20%. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ ഇന്ത്യൻ ഉപഭോക്താക്കൾ ആശ്രയിക്കുന്ന കൂടിയെന്നും വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങി ഓപ്പൺ AI. വിപണി പ്രവേശനം അടുത്ത വർഷമെന്ന് റിപ്പോർട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ ഓപ്പൺ AI അടുത്ത വർഷം ആദ്യം തന്നെ IPOയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ കമ്പനിയുടെ ബിസിനസ് മൂല്യം $1 ട്രില്യൺ എത്തും. കോർപ്പറേറ്റ് ഘടനയിൽ വലിയ മാറ്റത്തിന് കമ്പനി ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ലിസ്റ്റഡ് കമ്പനി ആവുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അടുത്തിടെ ജീവനക്കാരുടെ ഓഹരി വിൽപ്പനയിലൂടെ കമ്പനിയുടെ മൂല്യം $500 ബില്യൺ ഉയർന്നിരുന്നു. ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനമായിരുന്ന ഓപ്പൺ AI ഫോർ പ്രോഫിറ്റ് സ്ഥാപനമാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും വാർത്തകളുണ്ട്. പ്രാരംഭ ഓഹരി വിൽപ്പനയിൽ നിന്ന് സമാഹരിക്കുന്ന തുക കമ്പനിയുടെ വിപുലീകരണത്തിനായി ഉപയോഗിക്കും. ഇതേസമയം 2027 ലിസ്റ്റിംഗിലാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സാറ ഫ്രയർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ ആശങ്കയായി ട്രംപിന്റെ ആണവായുധ പരീക്ഷണ പ്രഖ്യാപനം. 30 വർഷത്തെ ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ച് അമേരിക്ക. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ലോകത്തെ ആശങ്കയിലാക്കി ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം വന്നത്. ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം വീണ്ടും വിപണികൾക്ക് ഭീഷണിയാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. താരിഫും വ്യാപാര യുദ്ധവും നിലനിൽക്കെയാണ് ട്രംപിൽ നിന്നും തന്നെ ലോകത്തിന് മറ്റൊരു വെല്ലുവിളി ഉയർന്നതെന്നും ശ്രദ്ധേയമാണ്. അതേസമയം പെന്റഗൺ ഇതുവരെ ഔദ്യോഗികമായ പ്രസ്താവനയൊന്നും പുറത്തിറക്കിയിട്ടില്ലെങ്കിലും പരീക്ഷണ സ്ഥലങ്ങളെയും സമയക്രമങ്ങളെയും കുറിച്ച് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച അവസാനം മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യയുടെയും ചൈനയുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതികളുമായി ഒപ്പമെത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ട്രംപ് പറഞ്ഞു. ഈ രണ്ട് രാജ്യങ്ങളും പരീക്ഷണശേഷി വർദ്ധിപ്പിക്കുമ്പോൾ US കയ്യും കെട്ടി നോക്കി നിൽക്കുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണവിലയിൽ നേരിയ വർധന. ഗ്രാമിന്
90 രൂപയും പവന് 720 രൂപയുമാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,135 രൂപയും പവന് 89,080 രൂപയുമായി. രാവിലെ ഗ്രാമിന് 175 രൂപ കുറഞ്ഞ് 11,045 രൂപയിലെത്തിയിരുന്നു. പവന് 1,400 രൂപ കുറഞ്ഞ് 88,360 രൂപയിലും എത്തിയിരുന്നു. വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 155 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ചൈനയ്ക്കുള്ള തീരുവ 47% കുറച്ച് ട്രംപ്. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടായെന്നും റിപ്പോർട്ട്. ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വൻ മുന്നേറ്റം. പോളിസികളുടെ GST ഒഴിവാക്കിയത് 38% ഡിമാൻഡ് വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചു. ആവശ്യകതയിലുണ്ടായത് 23% മുന്നേറ്റം. ഡിമാൻഡ് മൂല്യം 2,03,240 കോടി രൂപയായി. പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങി ഓപ്പൺ AI. വിപണി പ്രവേശനം അടുത്ത വർഷമെന്ന് റിപ്പോർട്ട്. ആഗോള വിപണിയിൽ ആശങ്കയായി ട്രംപിന്റെ ആണവായുധ പരീക്ഷണ പ്രഖ്യാപനം. 30 വർഷത്തെ ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ച് അമേരിക്ക. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.